അഗ്നിപരീക്ഷയിൽ തുടക്കം തന്നെ 2 കണ്ടസ്റ്റൻറ്റുകൾ തമ്മിലൊരു തർക്കമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പാലക്കാട് നിന്ന് വരുന്ന പൂജ ബാംഗ്ലൂരിൽ ഡിസൈനറാണ്. ഞാനിവിടെ വന്നത് അഗ്നിപരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രമല്ല, ബിഗ് ബോസിൻ്റെ കപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാണ് സംസാരിച്ച് തന്നെ തുടങ്ങിയത്. ആരും പേടിക്കണ്ട, ഈ സീസൺ 8ൻ്റെ കപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകുമെന്നാണ് പൂജ പറയുന്നത്. അത് പറയുമ്പോഴൊക്കെ നമ്മുടെ അഖിൽമാരാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ രഞ്ജിനിയും റിയാസും കൂടി ചിരിക്കുന്നുണ്ട് പൂജയുടെ ആ സംഭാഷണം കേട്ടിട്ട്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20 കണ്ടസ്റ്റൻറ്റുകൾ വന്നപ്പോൾ ആദ്യം തന്നെ പൂജയാണ് മൈക്ക് എടുത്തിട്ട് ഇന്നലെ ഉണ്ടായ ടാസ്കിനെ പറ്റി സംസാരിച്ച് തന്നെ തുടങ്ങിയത്. അപ്പോൾ തന്നെ രഞ്ജിനി ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുകയും ഒരു ചെറിയ സംസാരം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തതാണ്. അതേ പൂജയാണ് വീണ്ടും കപ്പ് ഞാൻ തന്നെ എടുക്കുമെന്നുള്ള വാശിയിൽ സംസാരിക്കുന്നത്. അടുത്ത കണ്ടസ്റ്റൻ്റായ എറണാകുളത്ത് നിന്ന് വന്ന രാകേഷ് ജേക്കബ് പറയുന്നുണ്ട്, ഈ സീസണിലെ കപ്പ് ഞാൻ തന്നെ എടുക്കുന്നത്. ആ കൊച്ചു പറഞ്ഞതൊന്നും ഈ കൊച്ചു തോക്കുമെന്ന് തന്നെയാണ് രാകേഷ് തീർത്ത് പറയുന്നത്. ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരിക്കും ഈ ഒരു കപ്പെന്നാണ് പറയുന്നത്. സീസൺ 8ൻ്റെ കപ്പ് ഞാൻ തന്നെ എടുക്കുമെന്ന് രാകേഷ് തീർത്ത് പറയുന്നുണ്ട്. ഞാൻ കപ്പ് കൊണ്ടേ പോവുള്ളൂ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനിത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, കൊണ്ടുവയ്ക്കുമോ എടുത്തോ എന്ന് പറയുന്നുണ്ട്. റെനീഷ പറയുന്നുണ്ട്, ഒരു കപ്പ് കൊണ്ട് 2 ആളുമായി ഇപ്പോൾ ആ കപ്പിന് വേണ്ടി. പാലാരിവട്ടത്തു നിന്ന് വന്ന മരപ്പണിക്കാരനായ രാകേഷ് ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ വർഷത്തെ സീസൺ 8ൻ്റെ കപ്പ് രാകേഷ് തന്നെ കൊണ്ടുപോകുന്ന തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അഗ്നിപരീക്ഷയിൽ തന്നെ കണ്ടസ്റ്റൻറ്റുകൾ പൊരിഞ്ഞ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പ് എനിക്ക് വേണമെന്ന് ഇപ്പോഴേ തന്നെ തീർത്ത് 2 പേര് പറഞ്ഞു കഴിഞ്ഞു. റെനീഷ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അഗ്നിപരീക്ഷയുടെ തുറന്നുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.